ചതിക്കുകയാണ്. കോൺഗ്രസ് എന്ന പാർട്ടിനെ വിശ്വസിക്കുന്നവരെ അവർ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഏത് വിജയന്റെ കുടുംബം മുള്ളംകൊല്ലി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് 2ാം വാർഡ് അംഗവുമായ ജോസ് നെല്ലേടം ജീവനൊടുക്കിയ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. PV ജോൺ, രാജേന്ദ്രൻ നായർ, NM വിജയൻ, മകൻ ജിജേഷ്, ഇവർക്ക് പിന്നാലെ ഒടുവിലത്തെ പേരായി ജോസ് നെല്ലേടം. വയനാട്ടിൽ കോൺഗ്രസ് നേതാക്കളുടെ ചതിയിൽ ജീവൻ പൊലിഞ്ഞവരാണ് ഇവരെല്ലാം. ആളെ കൊല്ലുന്ന കോൺഗ്രസ്. ഏറ്റവും ഒടുവിലത്തെ ഇരയായി ജോസ് നെല്ലേടം. ഗ്രൂപ്പ് പോരിൽ വയനാട് ജില്ലയിൽ മാത്രം പൊലിഞ്ഞ 5ാമത്തെ ജീവൻ. കോൺഗ്രസ് നേതാക്കൾ ചതിച്ചുവെന്നും അതിനാലാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നും വ്യക്തമാക്കുന്ന ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വാർഡ് പ്രസിഡന്റിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചതിന്റെ തുടർച്ചയാണ് ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യ. 2ാം വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് കാനാട്ടുമല തങ്കച്ചന്റെ വീട്ടിൽ സ്ഫോടക വസ്തുക്കളും കർണാടക മദ്യവും രഹസ്യമായി കൊണ്ടുവച്ച് പിന്നീട് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ജയിലിലാക്കി. പോലീസിന്റെ അന്വേഷണ മികവിൽ തങ്കച്ചൻ നിരപരാധിയാണെന്ന് കണ്ടെത്തി. സംഭവത്തിന് പിന്നാലെ സ്ഥലത്ത് കോൺഗ്രസ് ഗ്രൂപ്പ് പോരും ശക്തമായി. കൊടും ക്രൂരതയുടെ കഥകൾ പുറത്തു വന്നതോടെ നേതാക്കൾ ജോസിനെയും കുരുതി കൊടുത്തു. IC ബാലകൃഷ്ണൻ MLA അനുകൂലിയായിരുന്നു തങ്കച്ചൻ. ഇയാളെ കൊടുക്കാൻ DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെ ഗ്രൂപ്പിൽപ്പെട്ട ജോസിനെ ഉപയോഗിച്ചെന്നായിരുന്നു ആരോപണം. അപ്പച്ചന്റെ നിർദ്ദേശപ്രകാരം DCC ജനറൽ സെക്രട്ടറി PD സജി, മീനങ്ങാടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അനീഷ് മാമ്പള്ളി, മുള്ളംകൊല്ലി മണ്ഡലം പ്രസിഡന്റായിരുന്ന ഷിനോജ് കടുപ്പിൽ, ജോസ് നെല്ലേടം എന്നിവർ ചേർന്നാണ് കള്ളക്കേസുണ്ടാക്കി ജയിലിലാക്കിയതെന്ന് തങ്കച്ചൻ മാധ്യമങ്ങളോടും പോലീസിനോടും വെളിപ്പെടുത്തിയിരുന്നു. ഒടുക്കം ജോസിനെ ബലിയാടാക്കി ആരോപണ വിധേയരായ മറ്റു നേതാക്കൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നും അതിൽ മനംനൊന്താണ് ആത്മഹത്യയെന്നുമാണ് ജോസിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത്. അനീഷ് മാമ്പള്ളി ഒളിവിൽ പോയതിനാൽ തന്നെ മാത്രം നേതാക്കൾ കേസിൽ കൊടുക്കുമെന്ന് ഭയന്ന ജോസ് ദിവസങ്ങളായി സമ്മർദ്ദത്തിലായിരുന്നുവെന്നും ബന്ധുക്കളും നാട്ടുകാരും പറയുന്നുണ്ട്. മറുവശത്ത് ഒരു വിഭാഗം സമൂഹ മാധ്യമത്തിലും ജോസിനെതിരായ ആക്രമണം ശക്തമാക്കി. കുടുംബാംഗങ്ങളെ അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് വരെ സൈബർ ആക്രമണം അതിരുവിട്ടത് ജോസിന് കടുത്ത മനോവിഷമം ഉണ്ടാക്കിയതായി സുഹൃത്തുക്കളും പറയുന്നു. അധികാരത്തിനും പണത്തിനും വേണ്ടിയുള്ള നേതാക്കളുടെ തമ്മിലടിയിൽ ഒപ്പം പ്രവർത്തിച്ചവരുടെ ജീവൻ നഷ്ടമായിട്ടും KPCC AICC നേതൃത്വം ക്രിമിനൽ സംഘമായ ജില്ലയിലെ നേതൃത്വത്തിനൊപ്പമാണ് എന്നതാണ് ഇതിലെ ഹൈലൈറ്റ്. ശ്രീമാൻ തങ്കച്ചൻ ജയിലിലിറങ്ങിയതിനു ശേഷം അദ്ദേഹം വ്യക്തമാക്കിയത് DCCയുടെ പ്രസിഡന്റും DCCയുടെ സെക്രട്ടറി PD സജിയും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇന്ന് കോൺഗ്രസിന്റെ 2ാം വാർഡ് മെമ്പറുടെ ജീവനും പൊലിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാരുടെ സാമ്പത്തിക താല്പര്യത്തിന്റെ ഭാഗമായി, അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയുടെ ഭാഗമായി ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് മരണത്തിനിരയാകേണ്ടി വരുന്ന അതിദയനീയമായ, അങ്ങേയറ്റം ഗൗരവമായ വിഷയമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം അങ്ങേയറ്റം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ വയനാടിന്റെ MP കൂടിയായ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ശ്രീമതി പ്രിയങ്ക വാദ്ര ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി തയ്യാറാകണം. മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത, വേണമെങ്കിൽ ജീവൻ എടുക്കുന്ന ക്രിമിനൽ സംഘമായി കേരളത്തിലെ കോൺഗ്രസ് മാറിക്കഴിഞ്ഞു. NM വിജയനെ ഓർമ്മയില്ലേ? നേതാക്കൾ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പിൽ കുരുക്കിയ മുൻ DCC ട്രഷറർ കൂടിയായ കോൺഗ്രസുകാരൻ. KPCC പ്രസിഡന്റിനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കത്തെഴുതി വെച്ചാണ് മകനോടൊപ്പം NM വിജയൻ ജീവനൊടുക്കിയത്. ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതികളായി അറസ്റ്റ് ചെയ്യപ്പെട്ട DCC പ്രസിഡന്റ് ND അപ്പച്ചനും IC ബാലകൃഷ്ണൻ MLAക്കുമെതിരെ നടപടിയെടുക്കാൻ KPCC നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. നീതി നിഷേധിക്കുക മാത്രമല്ല, കുടുംബത്തെ അധിക്ഷേപിക്കുകയാണ് പ്രതിപക്ഷ നേതാവും അന്നത്തെ KPCC പ്രസിഡന്റ് K സുധാകരനും ചെയ്തത്. ചതിക്കുകയാണ്. കോൺഗ്രസ് എന്ന പാർട്ടിനെ വിശ്വസിക്കുന്നവരെ അവർ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ തന്നെ ഒരു ജീവിതം നിങ്ങൾ കണ്ടില്ല. ഇത്രയും വർഷം പാർട്ടി എന്ന് വിചാരിച്ച് മാത്രം ജീവിച്ച ഒരാള്, ഒരു രൂപ പോലും പാർട്ടിയിൽ നിന്ന് സമ്പാദിക്കാത്ത ഒരാള്, അവരവരുടെ സ്വത്ത് മൊത്തം പാർട്ടിക്ക് വേണ്ടി കൊടുത്ത് ഒന്നുമില്ലാതായി പോകേണ്ട ഒരാളാണ് ഞങ്ങൾ അച്ഛൻ. അങ്ങനത്തെ ഞങ്ങളോടൊരു നീതി എന്ന് പറഞ്ഞ കാര്യം അവർ കാണിക്കുന്നില്ലല്ലോ. കർഷകനായ രാജേന്ദ്രൻ നായർ ആത്മഹത്യ ചെയ്തത് KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന KK എബ്രഹാം പ്രസിഡന്റായ പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ നടത്തിയ സാമ്പത്തിക വെട്ടിപ്പിൽ കുരുങ്ങിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാലുവാരി തോൽപ്പിച്ചാണ് മാനന്തവാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന PV ജോണിനെ മരണത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടത്.
ഇങ്ങനെ ആളെ കൊല്ലുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിക്കുകയാണ്. ഒപ്പമുള്ളവരെ ചതിച്ചും കുതികാൽ വെട്ടിയും അധികാരത്തിന്റെ സുഖലോലുപതയിൽ അഭിരമിക്കാൻ നേതാക്കൾ വെപ്രാളപ്പെടുമ്പോൾ മരിച്ചു വീഴുന്ന മനുഷ്യരുണ്ട്. അവരെ ആശ്രയിക്കുന്ന, സ്നേഹിക്കുന്ന കുടുംബമുണ്ട്. എന്നാൽ തലപ്പത്തിരിക്കുന്നവർക്ക് അതൊന്നും ഒരു പ്രശ്നമേയല്ല. പൊഴിയുന്ന കണ്ണീരിൽ മനസ്സലിയുകയുമില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയും പാർട്ടിക്കാരും അങ്ങനെയായി മാറിയിരിക്കുന്നു.